മണ്ണാർക്കാട് നെല്ലിപ്പുഴ ജുമാ മസ്ജിദിൽ വടിവാളുമായി യുവാവിന്റെ ഭീകരാന്തരീക്ഷം. പള്ളിക്കുള്ളിൽ കയറി അകത്തുനിന്ന് വാതിലടച്ച യുവാവിനെ ഒടുവിൽ ഫയർഫോഴ്സ് എത്തി വാതിൽ തകർത്താണ് പുറത്തെടുത്തത്. മാനസികാസ്വസ്ഥമുള്ള യുവാവാണ് ടൗണിലും പള്ളിയിലുമായി പരാക്രമം നടത്തിയതെന്നാണ് വിവരം. എന്താ സംഭവിച്ചത്? ആള് 10-11 മണിക്ക് അകത്ത് കയറിയിട്ട് ഉള്ളത് കുറ്റിട്ടിട്ടാണ്. കയ്യിലൊരു ആ സമയത്ത് പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി ആൾക്കാർ കുറച്ച് നേരത്തെ വന്നപ്പോ പള്ളി പൂട്ടിയിരിക്കും. അപ്പൊ അവൻ പൂട്ടിയിരിക്കാണ്. നമ്മൾ വിളിച്ചപ്പോ അവൻ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കി മടാള് കയ്യിലുണ്ട്, അതുകൊണ്ട് ഡോറിന് അടിക്കുന്നുണ്ട്, തുറക്കണം. കഴിഞ്ഞ ഒരാഴ്ചയായി ഇയാൾ കൊടുവാളും കയ്യിലേന്തി ടൗണിലൂടെ നടക്കുന്നുണ്ടായിരുന്നിട്ടും പോലീസ് വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സ്കൂൾ കുട്ടികളെ അടക്കമുള്ള വഴിയാത്രക്കാരെ ഇയാൾ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് യുവാവ് നെല്ലിപ്പുഴ ജുമാ മസ്ജിദിലേക്ക് ഓടിക്കയറിയതും അകത്തുനിന്ന് വാതിലുകൾ പൂട്ടിയതും. യുവാവിനെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം പള്ളിയുടെ വാതിൽ തകർത്ത് അകത്തു കടന്നാണ് ഇയാളെ കീഴടക്കിയത്. സംഭവത്തിനിടെ പ്രതിരോധിക്കാൻ ശ്രമിച്ച പോലീസുകാരന് കൊടുവാൾ കൊണ്ട് നേരിയ പരിക്കേറ്റിട്ടുണ്ട്. മാനസിക പ്രശ്നങ്ങളാണോ? സ്ഥിരമായിട്ട് ഇവിടെ ഇയാളെ ഒരാഴ്ചയായിട്ട് ഇയാൾ ഈ ടൗണിൽ കൂടി ഈ വടിവാളും പിടിച്ചിട്ട് സോഡാ കുപ്പി എറിഞ്ഞും കൊണ്ട് നടക്കുന്നത്. ആരും ഒന്നും പറഞ്ഞില്ല. പോലീസോ അതിൽ ഇടപെട്ടിട്ട് ആരും ഇടപെട്ടിട്ടില്ല. ഒരാഴ്ചയായിട്ട് ഈ കുന്തിപ്പുഴത്ത് നിന്ന് ഈ നെല്ലിപ്പുഴ വരെ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആരും ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല. അവന്റെ ഇഷ്ടത്തിന് വടിവാളും പിടിച്ച് റോഡിൽ നിന്ന് ട്രാഫിക്കിനെ കൊണ്ട് കൊണ്ടിരുന്നു. അത് ഇടയ്ക്ക് ഇയാൾക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇവരെ കൊണ്ടുപോയിട്ട് മാനസികാരോഗ്യം കൊണ്ടുപോയിടും. അത് കഴിഞ്ഞാൽ പിന്നെയും പുറത്തിറങ്ങും. പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ ഇതേമാതിരി ആവും. അങ്ങനെ സ്വാഭാവികം നമ്മളായിരിക്കില്ല. പോലീസ് രണ്ട് ഡോറ് കൊടുക്കേണ്ടി വന്നു. അതെ, 2 ഡോറുകളും പൊളിച്ചിട്ടാണ്. ഇതിന്റെ ലോക്ക് അടിയിൽ നിന്ന് ഫയർ സർവീസ് പൊട്ടിച്ചിട്ടാണ് ഇത് തുറന്നത്. ഇത് തുറന്നപ്പോ ആള് നേരെ പോയിട്ട് ആ റൂമിൽ കയറി. ഇത് തുറന്നു കണ്ടപ്പോ ആ റൂമിൽ പോയി കയറിയിട്ട് അതടുത്ത് അടിച്ചു. അതാണ് കുട്ടി അതിനുള്ളിൽ സാധനങ്ങളൊക്കെ വാരി വെച്ചിട്ട് നാശാക്കി. ഇത് ഇത് പൊളിച്ചിട്ടാണ് പിന്നെ ഈ ലോക്ക് എടുത്തത്. അടിയും മോളും പൊളിച്ചു. പിന്നെ അതിനുള്ളിൽ ആംപ്ലിഫയർ സാധനങ്ങളൊക്കെ വാരി വെച്ചിട്ട് മൊത്തം നാശാക്കിയത്. റൂമല്ല, മൈക്കിന്റെ റൂമാണ്. CCN മണ്ണാർക്കാട്.